ഇന്നത്തെ ദിവസം ഒരു നഷ്ടത്തിന്റെ, അതുപോലെ തന്നെ ഒരു നഷ്ടത്തിൽ നിന്ന് നമ്മൾ പതുക്കെ മറികടന്ന് വന്നതിന്റെ ഓർമ്മ പുതുക്കലാണ്. രണ്ട് പ്രത്യേകതകൾ ഇന്നത്തെ ദിവസത്തിനുണ്ട്. ആദ്യത്തേത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ്. ഇന്ത്യക്ക് മറക്കാനാകാത്ത വേദനയുടെ ദിവസമാണ്. ഈ ദിനം ചരിത്ര താളുകളിൽ ഇടം പിടിച്ചത് ഭാരതത്തിന്റെ ഹൃദയം തകർന്ന ഓർമ്മപ്പെടുത്തലുമായാണ്. മഹാത്മാഗാന്ധിയുടെ 76ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ അദ്ദേഹത്തെ ഓർക്കുന്നു നമ്മൾ. അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് മുന്നിൽ നമ്മൾ ശിരസ് നമിക്കുന്നു. 1948 ജനുവരി 30-നാണ് നാഥുറാം ഗോഡ്സെയുടെ തോക്കിൽ നിന്ന് വെടിയുണ്ടകൾ ഗാന്ധിജിയുടെ നെഞ്ചു പിളർത്തിയത്. രാജ്യത്തിന്റെ വെളിച്ചം കൂടി അസ്തമിച്ച ദിനമായി ഈ ദിവസത്തെ നമ്മൾ ഓർത്തെടുക്കുന്നു. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും രാജ്ഘട്ടിലെ സമാധി സ്ഥലത്തെത്തി പുഷ്പചക്രം സമർപ്പിക്കും. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചിട്ടുമുണ്ട്. മറ്റൊരു പ്രത്യേകത എന്താണ്? കോവിഡ് വന്നതിന്റെ 4ാം വാർഷികം. അതെ, 4 വർഷമായി കോവിഡ് ഇന്ത്യയിൽ എത്തിയിട്ട്. ഒരു ജനുവരി 30-നാണ് 4 വർഷം മുൻപ് കോവിഡ് എന്ന മഹാമാരിയെക്കുറിച്ച് ജനുവരി 30-നാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്, സ്ഥിരീകരിക്കുന്നത്.